25 വർഷം പഴക്കമുള്ള വീടിന് മുകളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ വീടിൻ്റെ കോൺക്രീറ്റിൽ ചെറിയ ലീക്ക് കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഇവിടെ വാട്ടർ പ്രൂഫിങ് കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പല വീടുകളുടെ കോൺക്രീറ്റ് അതായത് മുകളിൽ വാർത്ത് കഴിഞ്ഞ് നമ്മൾ നിരത്തി കഴിഞ്ഞാലും ചെറിയ കിനിവ് അതുപോലെ ലീക്കൊക്കെ അനുഭവപ്പെടാറുണ്ട്. ചിലരത് ഷീറ്റൊക്കെ റൂഫിംഗ് ഷീറ്റൊക്കെ വെച്ചിട്ട് പരിഹരിക്കാറുണ്ട്. അപ്പോൾ ഇവരുടെ ഈ ഒരു സിസ്റ്റം എങ്ങനെയാണ്, അത് വാട്ടർ പ്രൂഫിങ്ങിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് പരിചയപ്പെടാനും വേണ്ടിയിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇന്നത്തെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് മറ്റു സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കൂടി ശ്രമിക്കുക. ഇവിടെ ചെയ്യുന്ന വാട്ടർ പ്രൂഫിംഗ് സിസ്റ്റം ഉണ്ടല്ലോ, ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് 7 ലെയർ സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഏബിൾ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്ന ഒരു ഫേമാണ്. നമ്മൾ കുറ്റിപ്പുറം അയങ്കലത്താണ് നമ്മളുടെ ഓഫീസ് വരുന്നത്. 10 വർഷമായിട്ട് നമ്മൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കോൺക്രീറ്റിൻ്റെ വീട് വെക്കുന്ന എല്ലാ ആളുകളും കോൺക്രീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു കാര്യമാണ് കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം അതിന് മുകളിൽ പ്ലാസ്റ്ററിങ് ചെയ്ത് ലെവൽ ചെയ്യാൻ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യും. ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആളുകൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് പ്ലാസ്റ്ററിങ് ചെയ്യാന്നുള്ളത്. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഒരു 6 മാസം ഏറിപ്പോയാൽ ഒരു 1.5 വർഷം വരെയൊക്കെയാണ് മാക്സിമം ഈ ഒരു പ്ലാസ്റ്ററിങ് നിൽക്കുക. ബാക്കിയുള്ളതൊക്കെ അതിൽ കുറച്ച് കഴിഞ്ഞാൽ അത് ഇളകിപ്പോരുന്ന ഒരു പ്രശ്നം നമ്മളെല്ലായിടത്തും കണ്ടുവരുന്നതാണ്. അതേപോലെ തന്നെയാണ് 25 വർഷം മുമ്പ് അവർ കോൺക്രീറ്റിന് ശേഷം അവരെന്ത് ചെയ്തിട്ടുണ്ട്, വെള്ളം നിൽക്കാതിരിക്കാനും ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ലെവൽ ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതിൽ ഇളകി പോരുന്ന ഭാഗങ്ങൾ നമ്മൾ ജസ്റ്റ് തട്ടി നോക്കി കഴിഞ്ഞാൽ തന്നെ നല്ല സൗണ്ട് വരുന്ന ഭാഗങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ ഇളക്കിയെടുക്കും. ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ ലെവൽ ചെയ്യേണ്ട ഭാഗങ്ങൾ പ്ലാസ്റ്ററിങ് തന്നെ നമ്മൾ ലെവൽ ചെയ്യും. ലെവൽ ചെയ്തതിന് ശേഷം ആണ് നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെയാണ് നമ്മുടെ ക്ലീൻ ചെയ്തിട്ടുള്ള പ്രതലം ഈ രൂപത്തിലാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിൽ ചെയ്യേണ്ടത് ഫസ്റ്റ് കോട്ട് പ്രൈമറാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ടെറസിനുണ്ടാകുന്ന ക്രാക്ക് അതുപോലെ തന്നെ നമ്മുടെ പ്ലാസ്റ്ററിങ്ങിൻ്റെ പൊട്ടൽ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. ആ ക്ലിയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇതിപ്പോൾ എന്തൊക്കെയാണ് സംഭവം? ഇതിൽ നമുക്ക് നമ്മളുടെ മാഗ്നോഫിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡസീവ് പ്രൊഡക്റ്റ് ഉണ്ട്. ആ പ്രൊഡക്റ്റ് വെച്ചിട്ട് നമ്മൾ അതിൽ സിമെൻറ്റും വെള്ളവും മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത്തരം പൊട്ടലുള്ള ഏരിയകളിൽ നമ്മൾ അതാണ് ഉപയോഗിക്കാറ്. ക്രാക്കുള്ള ഏരിയകൾ കൂടുതൽ നമ്മൾ ക്രാക്ക് D500 എന്ന് പറയുന്നിട്ടുള്ള നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ട്. ആ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്രാക്ക് ഫില്ല് ചെയ്യുന്നത്. അത് കോൺക്രീറ്റിന് ഉണ്ടാകുന്ന ക്രാക്കാണ് കൂടുതലും നമ്മൾ ആ രൂപത്തിൽ ഫില്ല് ചെയ്യാറ്. നോർമൽ പ്ലാസ്റ്ററിങ്ങിൻ്റെ ക്രാക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ മാഗ്നോഫിക്സ് വെച്ചിട്ടും ഉപയോഗിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് മൊത്തം നന്നായിട്ട് വെള്ളം നിൽക്കാത്ത രീതി തന്നെ ലെവൽ ഫ്ലാറ്റ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. പിന്നെ കൂടുതലും പ്രശ്നം ക്രാക്കുകളിലൂടെയൊക്കെയുള്ള വെള്ളം ആണ് കൂടുതലും താഴേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, ക്രാക്ക് കണ്ടെത്തി അത് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. വാട്ടർ പ്രൂഫിങ്ങിൽ നമ്മൾ പല ആളുകളും ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, ലീക്കുള്ള ഏരിയകൾ നമ്മളെ റീറ്റെയിൽ ഷോപ്പിൽ നിന്നൊക്കെ മെറ്റീരിയൽ വാങ്ങിക്കൊണ്ടുവന്ന് അത് നേരിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അവിടുത്തെ പ്രശ്നം എന്താ എന്നുള്ളത് കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വാട്ടർ പ്രൂഫിങ് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ അതിന് നമ്മൾ കാണുന്ന ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം ഇവിടുത്തെ പ്രശ്നം എന്താ എന്നുള്ളതാണ് ആദ്യം കണ്ടെത്തുക. എന്നിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് മുതൽ ഫിനിഷിംഗ് വരെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് കൈകാര്യം. അതെ. വാട്ടർ പ്രൂഫിംഗ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു ആൾ ചെയ്യേണ്ട ഒരു വർക്കാണ് വാട്ടർ പ്രൂഫിംഗ് എന്നുള്ളത്. അപ്പോൾ ടെക്നിക്കലായിട്ടുള്ള ഒരു നോളജ് നമ്മൾ ഇതിൽ ആദ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം. കാരണം ടെക്നിക്കലായിട്ട് അറിയാത്ത ഒരാളാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അയാൾ റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് ഏത് മെറ്റീരിയൽ പോയിട്ട് വാങ്ങിക്കൊടുന്ന് ഏത് രൂപത്തിലും എന്ത് ചെയ്യും, ഇത് ചെയ്യാം. എല്ലാ മെറ്റീരിയലും ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. എന്നാൽ അത് ചെയ്യുന്ന ആളുടെ ടെക്നിക്കൽ നോളജ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് ക്ലിയർ ചെയ്യണം. നമ്മൾ ഫസ്റ്റ് കോട്ട് പ്രൈമറി മിക്സാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 7 കപ്പ് വെള്ളമാണ്. അത് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് സിമെൻ്റാണ് ആഡ് ചെയ്യേണ്ടത്. അത് 12 to 14 കപ്പ് വരെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് കോട്ട് പ്രൈമർ അപ്ലിക്കേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് കോട്ട് നമ്മൾ അടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ക്രാക്കുകളൊക്കെ ഉണ്ടാവും. ആ ക്രാക്കുകളിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സിമെൻറ്റിൻ്റെ അളവ് ഇത്തിരി കുറച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് കോട്ട് നമ്മൾ ചെയ്യാം. കെമിക്കലൊക്കെ നോർമലാണ് ചെയ്യുക. സിമെൻറ്റിൻ്റെ അളവ് മാത്രം കുറച്ച് കുറക്കും. എന്നാലാണ് മൈന്യൂട്ടായിട്ടുള്ള ക്രാക്കിലേക്കൊക്കെ എന്ത് ചെയ്യുക,
പ്രൈമർ ഇറങ്ങിച്ചില്ല. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പാരപ്പറ്റ അതുപോലെ തന്നെ നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്ന ഏരിയയിലുള്ള വാളുകൾ, ഈ വാളുകളും പാരപ്പറ്റി നമ്മൾ നിർബന്ധമായാലും വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ഭാഗമാക്കി മാറ്റണം. കാരണം ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇവിടെ തന്നെ നമുക്ക് ചെറിയ ക്രാക്കുകൾ ഈ പാരപ്പറ്റിൻ്റെ ഭാഗത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മൾ നിർബന്ധമായാലും ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ ഇതിലൂടെ വെള്ളം നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിലൂടെ ഇറങ്ങി നമ്മുടെ മദർ സ്ലാബിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. റൂഫിൽ ചെയ്യുന്ന അതേ മെത്തേഡ് മൊത്തം അതിനോട് അതെ, അതിന് ചേർന്നുള്ള വാളുകളും അതുപോലെ തന്നെ പാരപ്പറ്റുകളും നിർബന്ധമായാലും നമ്മൾ ചെയ്യണം. പല ആളുകളും വാട്ടർ പ്രൂഫിങ് ചെയ്യുമ്പോൾ വിട്ടുപോകുന്ന ഒരു പാർട്ടാണ് ഈ പാരപ്പറ്റ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പാരപ്പറ്റയിലുള്ള നമ്മളുടെ പൈപ്പ്, വെള്ളം ഒഴുകി പോകുന്ന പൈപ്പുകൾ, ഇത്ര ഏരിയകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പാക്ക് ചെയ്യുമ്പോഴൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് പാക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. നമ്മൾ ഈ ഒരു ഏരിയ മുഴുവനായിട്ട് നമ്മുടെ ഫസ്റ്റ് കോട്ട് പ്രൈമർ കോട്ട് ഫിനിഷായി. നമ്മൾ അതിനുശേഷം ഈ ഏരിയ ചിപ്പ് ചെയ്ത് കളയേണ്ട ഭാഗങ്ങൾ, ഇപ്പോൾ നമ്മൾ പ്രൈമർ അടിക്കുന്ന സമയത്ത് ചെറിയ രൂപത്തിലൊക്കെ ഈ ഗ്രൗട്ട് താഴേക്ക് വീഴും നമ്മുടെ പ്രൈമർ. അത് കട്ട പിടിച്ച് അത് നമുക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പ്രൈമർ സ്റ്റേജ് കഴിഞ്ഞിട്ട് അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യും, സ്ക്രാപ്പർ ചെയ്യും. അതിൻ്റെ പൊടി മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, തട്ടിക്കളയും. ആ ഒരു പ്രക്രിയയാണ് അടുത്തതായിട്ട് നടക്കുന്നത്. നമ്മൾ പ്രൈമർ കോട്ട് കഴിഞ്ഞു, ജസ്റ്റ് ചിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഫൈബറിൻ്റെ മെഷ് വിരിക്കലാണ്. ഇത് നമുക്ക് 45 GSM-ൻ്റെ ഫൈബർ മെഷാണ്. ഫ്ലോർ ഏരിയകളിലൊക്കെ നമ്മൾ അതാണ് കൊടുക്കുക. കോർണർ ഏരിയകളിൽ മാത്രം നമ്മൾ ജിയോ ടെക്സ്റ്റൈലിൻ്റെ 100 GSM-ൻ്റെ മാറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഫൈബർ മെഷ് വിരിക്കുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. വേണ്ട അളവിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക അല്ലേ? അതെ. നമ്മൾ ഓരോ ഭാഗവും വിരിക്കും. അപ്പം തന്നെ എന്ത് ചെയ്യും, അത് പ്രൈമർ അടിച്ച് അത് ഫിക്സ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് മെഷ് ഫിക്സ് ചെയ്യുന്ന ഒരു മെഷ് അവിടെ ഫിക്സ് ഗമ്മിട്ട് ഒട്ടിക്കുന്ന പോലെ അത് ഫിക്സ് ചെയ്യണം. അത് നമ്മുടെ പ്രൈമറിൽ തന്നെ ഫിക്സ് ആവും. ഈ പ്രൈമർ നമ്മൾ തുടക്കത്തിൽ ഇവിടെ താഴെ അടിച്ച് അതേ സെയിം പ്രൈമർ തന്നെയാണ് നമ്മൾ ഈ മെഷ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മൾ മിക്സിങ്ങിൽ ചെറിയൊരു മാറ്റം വരുത്തുക. നമ്മുടെ ജിയോ ടെക്സ്റ്റൈലിന് മാറ്റ് വിരിക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മളൊരു ചെറിയ മാറ്റം വരുത്തുക. 100 GSM-നെ മാറ്റ് വിരിക്കുമ്പോൾ അത് കുറച്ചുകൂടി വെയിറ്റ് കൂടിയ ഇതാണ്. അത് കൂടുതൽ പ്രശ്നം വരാൻ സാധ്യതയുള്ള ഏരിയകൾ, പ്രശ്നം വന്ന ഏരിയകൾ അത് കാണിച്ചു കൊടുക്കാം. നമുക്ക് കാണിച്ചു കൊടുക്കാം. അതെ. മെഷ് വിരിച്ചിട്ട് അതിന് മുകളിൽ ഫസ്റ്റ് കോട്ട് പ്രൈമർ കൊടുക്കുന്ന പരിപാടിയായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മെഷ് വെച്ചതിന് ശേഷമുള്ള പ്രൈമർ കോട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. എന്ന് വെച്ചാൽ മെഷ് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് കോർണർ സൈഡിൽ നമ്മൾ ജിയോ ടെക്സ്റ്റൈലിൻ്റെ 100 GSM-ൻ്റെ മാറ്റ് നമ്മൾ വെക്കും. അത് കൂടുതൽ ഇതുപോലുള്ള സൈഡിൽ കോർണർ സൈഡിൽ അത് നമ്മളെന്ന് വെച്ചാൽ കൂടുതൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ള ഏരിയ ആണ് ഇത്. അതുപോലെ തന്നെ പ്രശ്നങ്ങൾ വന്നിട്ടുള്ള ഏരിയകളിലും നമ്മൾ ഈ ജിയോ ടെക്സ്റ്റൈലിൻ്റെ 100 GSM-ൻ്റെ മാറ്റാണ്. ഇതാണ് മെറ്റീരിയൽ. ഇത് അത്യാവശ്യം നല്ല കാലാവധി ഇതിന് കിട്ടും. ഇപ്പം നമ്മൾ റോഡ് പണി നടക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഇതിൻ്റെ വലിയ GSM-ലുള്ള മാറ്റാണ് അവർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം വെച്ചാൽ അത് ചെതൽ പിടിക്കൂല. അതുപോലെ തന്നെ ഒരുപാട് കാലത്തെ ലൈഫ് ഈ ഒരു മാറ്റിനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കോർണർ സൈഡിൽ ഈ ഒരു മാറ്റ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ ഒട്ടിച്ചില്ല ഈ സൈഡ് ഇങ്ങനെ കോർണറായിട്ട് വരുന്നത്. അപ്പോൾ ഈ മെഷ് ഇപ്പോൾ റൂഫിൽ വെച്ചല്ല, ഈ മെഷ് ഈ കോർണറിൽ വെക്കൂല. ഇല്ല, ഈ കോർണറിന്റെ അടുത്ത് വരെ നമ്മൾ എത്തിക്കും. അത് അതുപോലെ തന്നെ മുകൾ ഭാഗത്തു നിന്നും ആ മെഷ് എന്ത് ചെയ്യും, അതിന്റെ താഴേക്ക് ഇറക്കി കൊടുക്കും. ശേഷം നമ്മൾ എന്ത് ചെയ്യും, കോർണറിൽ മാത്രം ഈ ഒരു മാറ്റ് ഒന്നുകൂടി സേഫ്റ്റി കൂട്ടാൻ. അതെ, സേഫ്റ്റിക്ക്. അതുപോലെ തന്നെ നമ്മൾ ഈ വാളുകൾ വരുന്ന ഏരിയകൾ, ഇപ്പോൾ റൂഫിന്റെ വാളുകൾ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഈ ഒരു വാളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ കോർണറും നമ്മൾ മാറ്റ് നമ്മൾ കൊടുക്കില്ലേ. നമ്മൾ മാറ്റ് ഫിക്സിങ് കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് കോട്ട് മെഷിന്റെ മുകളിൽ കൊടുക്കുന്ന സെക്കൻഡ് കോട്ട് പ്രൈമറാണ് നമ്മൾ അടുത്തതായിട്ട് ഇവിടെ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇത് എല്ലാത്തിലും മിക്സ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പ്രൈമറിന് മിക്സ് ചെയ്ത അതേ മിക്സ് തന്നെ അല്ലേ? അതെ, പ്രൈമർ കോട്ട് മാറ്റ് ഒട്ടിക്കുന്ന സമയത്ത് മാത്രം നമ്മൾ മിക്സിങ്ങിൽ ചെറിയൊരു മാറ്റം വരുത്തും. കാരണം എന്ന് വെച്ചാൽ മാറ്റ് കുറച്ചുകൂടി വെയിറ്റ് ഉള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കുറച്ചുകൂടി വെയിറ്റ് ഉള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ അതിന് കുറച്ചുകൂടി ബോണ്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൽ കെമിക്കലിന്റെ അളവ് കുറച്ചുകൂടി നമ്മൾ എന്ത് ചെയ്യും, കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, മാറ്റ് ഫിക്സ് ചെയ്യുക. ബോണ്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മാറ്റിന് കൂടുതലായിട്ട്. ഇത് നമ്മുടെ ലാസ്റ്റ് കോട്ട് പ്രൈമറാണ് അടിക്കുന്നത്. ഇത് നല്ല ഫിനിഷായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അടിക്കുക. ഇതിന് മുകളിലാണ് നമ്മൾ 3 കോട്ട് നമ്മുടെ ഫൈനൽ കോട്ട് PU കോട്ടിങ് നമ്മൾ കൊടുക്കുക. നമ്മളെ ഫൈനൽ കോട്ടിങ്ങിലേക്ക് പോവുകയാണ്.
അപ്പോൾ നമുക്കറിയാം നമ്മൾ ഈ ഒരു സർഫസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ സർഫസ് ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫസ്റ്റ് കോട്ട് പ്രൈമർ കൊടുത്തു, പിന്നീട് ഫൈബറിൻ്റെ മെഷ് വെച്ചു, നമ്മുടെ സൈഡിലൊക്കെ കോർണറുകളിലൊക്കെ ജിയോ ടെക്സ്റ്റൈലിൻ്റെ റെക്രോൺ ഷീറ്റ് നമ്മൾ വെച്ചു. ശേഷം നമ്മൾ ഇതിന് മുകളിൽ 2 കോട്ട് പ്രൈമറും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യുന്നത് PU അടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതൊന്ന് ചിപ്പ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ, നമ്മൾ ഉറ്റി വീണിട്ടുള്ള പ്രൈമർ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നന്നായിട്ട് പൊടി ഉണ്ടാവും, ആ പൊടിയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ PUവിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുക. നമ്മളിവിടെ ടോപ്പ് കോട്ടായിട്ട് കൊടുക്കുന്നത് പോളിഫ്ലക്സ് HD എന്ന് പറയുന്ന മെറ്റീരിയലാണ് കൊടുക്കുന്നത്. 3 ലെയറായിട്ടാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ഇതിൻ്റെ മുകളിൽ കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്യുവർ വൈറ്റ് ആയിരിക്കും ഈ മെറ്റീരിയൽ, അതുകൊണ്ട് തന്നെ നന്നായിട്ട് ചൂട് കുറയും, അതുപോലെ തന്നെ ലീക്ക് ഇല്ലാതാക്കാനും ഈ ഒരു മെറ്റീരിയലിന് പറ്റും. നമ്മളിതിൻ്റെ അണ്ടർ കോട്ടായിട്ട് കൊടുത്തിട്ടുള്ള മെറ്റീരിയലിനെ പൂർണ്ണമായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ ഒരു വർക്കായിട്ട് വരുന്നത്. ഇതെങ്ങനെ 3 കോട്ട് എടുക്കണത്? അതെ അതെ, നമ്മൾ ഈ ഒരു വൈറ്റ് കോട്ട് മാത്രം നമ്മൾ 3 കോട്ടാണ് കൊടുക്കുക. ടോട്ടലി 7 ലെയറായിട്ടായിരിക്കും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുക. ഇവിടെ ഈ പാരപ്പറ്റിൻ്റെ ഇതുവരെയൊക്കെ മെഷ് വെച്ച് കാണുന്നുണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ട്? പാരപ്പറ്റിക്ക് വേണം, റൂഫിൽ താഴെ മാത്രം പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളും പോരെ? അത് പലപ്പോഴും പല ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എൻ്റർ ഏരിയ നമ്മൾ എന്ത് ചെയ്യണം, വാട്ടർ പ്രൂഫിങ് കോട്ടിങ് നമ്മൾ കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് മെഷ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ മാത്രം വെച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ കോട്ടിങ് കൊടുത്താൽ മതി. എന്നാൽ പലപ്പോഴും പല ടെറസിൻ്റെയും പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ പാരപ്പറ്റൊക്കെ വരുന്ന വിള്ളൽ, പൊട്ടൽ, ഇതിലൂടെയൊക്കെ വെള്ളം ഇറങ്ങി നമ്മൾ ചെയ്ത സർഫസിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റൂഫിൻ്റെ എൻ്റർ ഏരിയ, പാരപ്പറ്റയുടെ മുകൾ ഭാഗം അടക്കം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെഷും അതുപോലെ തന്നെ കോർണർ ഏരിയ മാറ്റും വെച്ചിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. എന്നാൽ മാത്രമാണ് ഒരു പ്രോപ്പർ വാട്ടർ പ്രൂഫിങ് ആയിട്ട് അത് മാറുള്ളൂ. നമ്മൾ ഈ ഒരു ഏരിയ മുഴുവനായിട്ടും ഫസ്റ്റ് കോട്ട് നമ്മൾ ഫിനിഷ് ചെയ്താണ് ടോപ്പ് കോട്ടിൻ്റെ. അതിൻ്റെ സെക്കൻഡ് കോട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റിലെ 2 കോട്ട് നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. 3ാമത്തെ കോട്ട് നമ്മൾ റോളർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അങ്ങനെ ടോപ്പ് കോട്ട് മാത്രം നമ്മൾ 3 ലെയറാണ് ടെറസിന് മുകളിൽ നമ്മൾ കൊടുക്കുക. ഫൈനലി കുറച്ച് ദിവസത്തിന് വർക്കിന് ശേഷം കണ്ടില്ല ഈ റൂഫ് അടിപൊളിയായിട്ട് ഇട്ടാ, നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് ഇരിക്കുക, എടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ 7 ലെയർ കോട്ടിങ് അവസാനിച്ചിട്ടുണ്ട്. 7 ലെയറായിട്ടുള്ള നമ്മുടെ പോളിഫ്ലക്സ് HD എന്ന് പറയുന്ന പ്രോഡക്റ്റ് വെച്ചിട്ടുള്ള കോട്ടിംഗ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം വാട്ടർ പ്രൂഫിങ്ങിൽ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് ഭാഗങ്ങൾ, ഇപ്പോൾ നമ്മൾ പാരപ്പറ്റൊക്കെ വരുമ്പോൾ അതിൻ്റെ ടോപ്പ് ഏരിയാസ് പല ആളുകളും ചെയ്യാറില്ല. നമ്മൾ വളരെ ഫിനിഷായിട്ട് മെഷ് വെച്ചിട്ട് തന്നെയാണ് ടോപ്പ് ഏരിയ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കോർണർ ഏരിയകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ജിയോ ടെക്സ്റ്റൈലിൻ്റെ റെക്രോൺ ഷീറ്റ് വെച്ചിട്ടാണ് ഈ കോർണർ ഏരിയ ചെയ്തിട്ടുള്ളത്. അത് കൂടുതലും ലീക്ക് വരാൻ സാധ്യതയുള്ള ഏരിയകൾ നമ്മൾ ആ രൂപത്തിലാണ് നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് വാൾ വരുന്ന ഏരിയകൾ, വാളിൻ്റെ ഏരിയകളും നമ്മൾ ഈ ജിയോ ടെക്സ്റ്റൈൽ മാറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് നമ്മൾ 20 വർഷത്തെ വാറണ്ടിയാണ് കൊടുക്കുന്നത്. കാരണം നമുക്ക് 7 ലെയറായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും വർഷത്തെ ഒരു വാറണ്ടി ഇതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഏരിയാസിലുള്ള എല്ലാ റിപ്പയർ വർക്കുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുക. അത് ക്ലിയർ ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ വന്ന സമയത്ത് ഞങ്ങളുടെ പ്ലാസ്റ്റിക് ഒക്കെ റിമൂവ് ചെയ്ത് അതുപോലെ തന്നെ ചില കോൺക്രീറ്റിൻ്റെ ഭാഗങ്ങൾ, അടന്നു പോന്നിട്ടുള്ള കോൺക്രീറ്റ് ഭാഗങ്ങളൊക്കെ ഞങ്ങൾ റിപ്പയർ വർക്ക് ചെയ്തിട്ടൊക്കെയാണ് ഞങ്ങൾ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നത്. കാരണം നമുക്ക് വെറുതെ അടിച്ചു പോകുക എന്നുള്ളൊരു സിസ്റ്റം അല്ല ഇതിനുള്ളത്. കാരണം നമ്മൾ 20 വർഷം വാറണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പീരീഡാണ്. അപ്പോൾ ആ ഒരു പീരീഡ് നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും രൂപത്തിൽ ഉള്ള വർക്കുകൾ നമ്മൾ ചെയ്യുന്നത്. വർഷക്കാലത്ത് ലീക്ക് ഒഴിവാക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൻ്റെ കൂടെ തന്നെ ഒരു പക്ഷേ വേനൽക്കാലത്ത് ഈ വീടിൻ്റെ അകത്തേക്കുള്ള ചൂടിൻ്റെ അളവ് കുറക്കാനും ഇത് ചിലപ്പോൾ നന്നായിട്ട് സഹായിക്കൂട്ടെ. കാരണം നമ്മൾ കണ്ടില്ല, ഇവിടെ ഇരിക്കുന്ന സമയത്ത്, കൈ വെക്കുന്ന സമയത്താണെങ്കിലും ഒന്നും ചൂട് നമുക്ക് ഈ ഒരു സ്ലാബിലേക്ക് എത്തുന്നത് എഫക്റ്റ് ചെയ്യുന്നില്ല. അത്രയും സിമ്പിളായിട്ടുള്ള സംഭവത്തിനെ കാണുന്നത്. പിന്നെ അത് മാത്രമല്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത്. ഇനി മഴയൊക്കെ പെയ്ത് ഇച്ചിൽ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അവസ്ഥ എന്താവുമെന്നുള്ള അറിയില്ല. പക്ഷേ നമ്മൾ തുടക്കത്തിൽ ഫസ്റ്റ് ഇവിടുന്ന് ഇൻട്രോ എടുക്കുന്ന സമയത്തും പിന്നീട് അങ്ങോട്ട് വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ കണ്ടല്ല ഈ ഒരു ടെറസിൻ്റെ കോല എന്താണുള്ളത്. പക്ഷേ ഇപ്പോൾ നോക്കിയിട്ടുണ്ടായിട്ടില്ലേ, നമ്മൾ വീടിൻ്റെ അകത്ത് ഡൈനിങ് ഹാൾ എങ്ങനെ, ലിവിങ് ഏരിയ എങ്ങനെ, ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഇതിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ സർവീസ് എങ്ങനെയാണ്? മലപ്പുറം ജില്ല മാത്രമാണോ ഇതെങ്ങനെ? അല്ല, നമ്മൾ ഓൾ കേരള സെയിൽസ് ആൻഡ് സർവീസ് നമുക്കുണ്ട്. നമ്മുടെ ഓഫീസ് വരുന്നത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പൊന്നാനി ഹൈവേയിൽ
ഐങ്കലത്താണ് വരുന്നത്. സർവീസ് കൂടാതെ പ്രൊഡക്റ്റിൻ്റെ സെയിൽ കൂടി വരുന്നുണ്ട്. വാട്ടർ പ്രൂഫിങ്ങും കൺസ്ട്രക്ഷൻ കെമിക്കൽസിലും വരുന്ന എല്ലാ ടൈപ്പ് പ്രൊഡക്റ്റും എല്ലാ കമ്പനിയുടെ പ്രൊഡക്റ്റും നമുക്കുണ്ട്. അതുപോലെ തന്നെ സേഫ്റ്റി മെറ്റീരിയൽസ്, ടൂൾസ്, എല്ലാ ടൈപ്പിലുള്ള മെറ്റീരിയൽസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓഫീസ് നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയാൻ പറ്റുമല്ലോ? അതെ, നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ഓഫീസ് നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ കിട്ടും.